ഞങ്ങളുടെ പനിയൊക്കെ മാറി ഇന്ന് ഞങ്ങൾ എന്തായാലും തിരിച്ചു പോയാണ്. അപ്പോൾ ഉച്ചക്ക് ഊണൊക്കെ കഴിഞ്ഞ് ചുമ്മാ ഒന്ന് കിടന്നാണ് ഞാനും അഞ്ചും പീലിയും കൂടി. അപ്പോൾ പീലിക്ക് ബഹളം തുടങ്ങി, ഉറക്കം വന്നിട്ടാണ്. അപ്പോൾ പിന്നെ ഞാൻ സിറ്റ് ഔട്ടിൽ കൊണ്ടുപോയിട്ട് ആട്ടി കഴിഞ്ഞപ്പോൾ ആൾ നല്ല ഉറക്കം അങ്ങോട്ട് ഉറങ്ങി. വലിയ പാടൊന്നും ഉണ്ടായില്ല. അമ്മയില്ല, അതുകൊണ്ടാണ് ഈ ജോലികളൊക്കെ ഞാൻ, അല്ലെങ്കിൽ അമ്മയൊക്കെ അവളെ ഉറക്കി തരും. അങ്ങനെ പീല ഉറങ്ങിയപ്പോഴത്തേക്കും ഞാൻ ഹോളിൽ റൂമിൽ കൊണ്ട് കിടത്തി. ഇവിടെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ പുറത്തിറങ്ങി നടക്കലും അങ്ങനെ മിറ്റമൊന്നുമില്ല. അപ്പോൾ ഈ പുറത്തിറങ്ങി നടക്കലൊക്കെ പൊതുവേ കുറവാണ്. വീടിൻ്റെ അകത്ത് തന്നെ ആയിരിക്കും. പക്ഷെ വീടിൻ്റെ അകത്തായിരുന്നാലും നമുക്ക് ബോറടിക്കൊന്നുമില്ല. നല്ല രസമായിട്ട് ഇങ്ങനെ ഇരിക്കുക. പിന്നെ അഞ്ചുള്ളതുകൊണ്ട് എൻഗേജാണ്. അങ്ങനെ എൻ്റർടൈൻമെൻ്റ് ആണ്. നമുക്ക് ഇങ്ങനെ തമാശയൊക്കെ പറഞ്ഞ് വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കാം. അമ്മയും ഞാനും അഞ്ചും കൂടി ഇരുന്ന് വർത്താനം പറയും. അങ്ങനെ ഓരോരോ വർത്താനങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകും. അച്ഛനും ഉച്ചക്ക് കച്ചവടം കഴിഞ്ഞായിരുന്നു. ഇന്നിപ്പോൾ അച്ഛൻ കച്ചവടം കഴിഞ്ഞ് വന്നിട്ട് ഓട്ടം പോയി വൈകിട്ട്. അപ്പോൾ അത് അഞ്ചും അതിൻ്റെ ഇടയ്ക്ക് എന്തോ ക്രെയിൻസൊക്കെ വന്നിട്ട് മേടിച്ചെന്നാണ്ടൊക്കെ തിന്നുണ്ടായി. അവർ രണ്ടുപേരും കൂടി ഇരുന്ന് അതിൻ്റെ ഇടയ്ക്ക് എനിക്കും തന്നു. ഞാനും കഴിച്ചു. ചോക്ലേറ്റാണ്. ചോക്ലേറ്റ് പിന്നെ എനിക്ക് അത്ര വലിയ താല്പര്യമില്ലാത്ത കേസായതുകൊണ്ട് ഞാൻ വലിയ ഇൻട്രസ്റ്റ് കാണിച്ചില്ല. പിന്നെ ഞങ്ങൾ കുറേ നേരം ഇരുന്ന് വർത്താനം പറയും. ഇന്നിപ്പോൾ ഞങ്ങൾ പോയി കഴിഞ്ഞാൽ പിന്നെ ഇനിയിപ്പോൾ അടുത്ത ആഴ്ച വരണം എന്തായാലും. ഇവരുടെ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് അതിനെന്തായാലും വരണം. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ പറയാം. ഇപ്പം പനി വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ ആഴ്ച ഇവിടേക്ക് വരില്ലായിരുന്നു. പനി വന്നതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അല്ലേ പിന്നെ വെഡിങ് ആനിവേഴ്സറിക്ക് വരാമെന്നും പറഞ്ഞിരിക്കുകയായിരുന്നു. പീലി പിന്നെ ഫുൾ ടൈം ഇങ്ങനെ ആരുടെയെങ്കിലും കയ്യിലൊക്കെ ഇരുന്ന് ആടിയും പാടിയൊക്കെ അങ്ങനെ നടക്കും. അപ്പോഴാണ് അച്ഛൻ ഓട്ടം പോകാൻ ഇറങ്ങിയത്. അച്ഛൻ ഉറങ്ങാൻ കിടന്നിട്ട് ഞാൻ വിളിക്കാൻ മറന്നുപോയി. പിന്നെ അഞ്ചു പറഞ്ഞപ്പോഴാണ് ഞാൻ പോയി വിളിച്ചത്. അങ്ങനെ അച്ഛനും ടാറ്റ പറഞ്ഞ് ഓട്ടം പോയി. ഇനി അച്ഛൻ തിരിച്ചു വരുമ്പോഴത്തേക്കും ഞങ്ങൾ പോയി കാണും.